ശ്രീമദ് ഭാഗവതം ക്ലാസ് 333 സ്കന്ധം 12 10-ാമത്തെ അധ്യായമായിട്ട് ശിവൻ മാർക്കണ്ഡേയന് വരം നൽകുന്നു. ഇവിടെ ശിവൻ ആരാണെന്നും ശിവനും ഒരു ബ്രഹ്മസാക്ഷാത്കാരം ബ്രഹ്മസാക്ഷാത്കാരം നേടുക എന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെയായി തീരുക. അതാണ് ശരിയായ ഈശ്വരൻ, ബ്രഹ്മമാണ്. ആ ബ്രഹ്മവും ശിവനും ഈ ബ്രഹ്മാവ് ഇങ്ങനെയുള്ള ദേവതകളും തമ്മിലുള്ള ഒരു ബന്ധത്തെയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. നമുക്ക് നോക്കാം. പിന്നെ അത് മാത്രമല്ല മറ്റു ചില കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഒന്നിൽ സൂതൻ പറയുകയാണ്, മാർക്കണ്ഡേയൻ നാരായണനാൽ കാണിച്ച മായയെ അനുഭവിച്ച് അവനെ തന്നെ ശരണം പ്രാപിച്ചു. അപ്പം മാർക്കണ്ഡേയന് നാരായണന്റെ മായ കണ്ടപ്പോൾ ഈ പ്രപഞ്ചം തന്നെ ആ മായയിൽ അധിഷ്ഠിതമാണ്. ഈ സൃഷ്ടിക്രമമെല്ലാം മായയിൽ അധിഷ്ഠിതമാണ്. അപ്പം മായയിൽപ്പെട്ടത് തന്നെയാണ് സൃഷ്ടിയിൽപ്പെടുന്ന ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരും നമ്മളും എല്ലാം. അപ്പം പിന്നെ ഇനി ആശ്രയിക്കാൻ വേറെ ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആകെയുള്ളത് ആ ശ്രീഹരി തന്നെയാണ്, ബാക്കിയുള്ളതൊന്നുമല്ല എന്ന അവസ്ഥയിൽ എത്തി. അതുകൊണ്ട് അദ്ദേഹം അവനെ തന്നെ, ആ ശ്രീഹരിയെ തന്നെ, മായയുടെ, ആരുടെ മായയാണ്? ബ്രഹ്മത്തിൻ്റെ, അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ നിന്ന് വന്ന ആ ശ്രീഹരിയുടെയാണ്. അതുകൊണ്ട് ശ്രീഹരിയെ തന്നെ ശരണം പ്രാപിച്ചു. മാർക്കണ്ഡേയൻ എന്താണ് പറയുന്നത്? 2 ജ്ഞാനത്താൽ പ്രകാശിക്കുന്ന അങ്ങയുടെ ബാഡിയാൽ, ജ്ഞാനത്താൽ, സയൻസിലൂടെയാണ് ഈ മായ ആക്ട് ചെയ്യുന്നത്. പ്രപഞ്ചമെല്ലാം ഉണ്ടായിരിക്കുന്ന സയൻസിലൂടെയാണ്, പക്ഷേ അത് മായയാണ് സയൻസിലൂടെ ആക്ട് ചെയ്യുന്നത്. പ്രകാശിക്കുന്ന മായയാൽ ജ്ഞാനികളും കൂടി മോഹിതരാകുന്നു. അപ്പം അങ്ങയുടെ ജ്ഞാനത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായത്. അത് മായക്ക് അടിസ്ഥാനമാണ്. ആ മായയിൽ എത്ര വലിയ ബുദ്ധിമാനാണെങ്കിലും വേദവ്യാസനടക്കം ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരല്ല അടക്കം മോഹിതരാവുകയാണ്. യഥാർത്ഥത്തിൽ വിഷ്ണു എന്നത് ആ സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ട നിലയിൽ കാണും. അങ്ങനെയുള്ള അങ്ങയുടെ തൃപ്പാദത്തെ തന്നെ ഞാൻ ശരണം പ്രാപിക്കുകയാണ്. ആ സ്ഥിതിക്ക് അങ്ങയെ തന്നെയാണ് ഞാൻ ശരണം പ്രാപിക്കുന്നത്. അപ്പം 3 സൂതൻ പറയുകയാണ്, അപ്പോൾ വൃഷഭാരൂഢനായി പാർവതിയോടൊത്ത് ആകാശത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന രുദ്രഭഗവാൻ, ആകാശത്തു കൂടി പാർവതിയോടൊത്ത് സഞ്ചരിക്കുന്നു എന്നെല്ലാം പറയുന്നത് രുദ്രൻ എന്ന നിലയിൽ അങ്ങ് കണ്ടാൽ മതി. കഥയിൽ എങ്ങനെയെല്ലാം പറയില്ല, അതിലേക്ക് പോകുമ്പോൾ ഭഗവാൻ ഇപ്രകാരം ചലനരഹിതനായിരിക്കുന്ന മനസ്സോടുകൂടിയ മാർക്കണ്ഡേയനെ കണ്ടു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ദൂരത്ത് നിലയിൽ പോകുമ്പോൾ മാർക്കണ്ഡേയൻ ഇങ്ങനെ പ്രതിമ കണക്കെ ഇരിക്കുകയാണ്. എല്ലാം കണ്ടിട്ട് അന്തം വിട്ടിട്ട്. ഇനി 4:5 ഉമാദേവി അദ്ദേഹത്തെ കണ്ടു. മാർക്കണ്ഡേയനെ. കാറ്റില്ലാതെ ചലനമില്ലാത്ത ജലാശയത്തിലെ മത്സ്യക്കൂട്ടങ്ങൾ പോലെ ചലനമില്ലാത്ത ദേഹത്തിൽ ഇരിക്കുന്ന ബ്രാഹ്മണനെ നോക്കിയാൽ പാർവതി സ്വാമിയോട് പറഞ്ഞു, ആ ജലാശയം, വെള്ളം അനക്കൊന്നുമില്ല ജലാശയത്തിലെ ആ മത്സ്യത്തെ പോലെ ഇരിക്കുന്ന ആ ബ്രാഹ്മണനെ നോക്കിയാൽ ഒരറ്റൂൽ അന്തം വിട്ടിട്ടിരിക്കുകയാണ്. ആ ബ്രാഹ്മണനെ നോക്കിയാൽ സ്വാമി, താങ്കൾ അവർക്ക് തപസ്സിൻ്റെ ഫലം നൽകുകയുള്ളൂ. അദ്ദേഹം അത്രയും തപസ് ചെയ്യുന്ന അവസ്ഥയിലാണ് അവിടെ ഇരിക്കുന്നത്. അപ്പം ഫലം നൽകേണ്ടിയല്ലേ? താങ്കളും എന്തെങ്കിലും എല്ലാം ചെയ്യേണ്ടിയല്ലേ? അപ്പം ഭഗവാൻ പറയുകയാണ്, രുദ്രൻ, നാശമില്ലാത്ത ഭഗവാനിൽ ഉണ്ടായ ഭക്തിയോടെ ഇരിക്കുന്ന ബ്രഹ്മർഷി ഒരു വരവും ഇഷ്ടപ്പെടാൻ പോകുന്നില്ല. അദ്ദേഹം
ആ ശ്രീഹരിയിൽ ആകർഷണനായിട്ട് മനസ്സതിൽ തന്നെ അർപ്പിച്ചിട്ടിരിക്കുന്ന കക്ഷിയാണ്. അദ്ദേഹത്തിന് വരത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല. കാരണം എല്ലാം ബ്രഹ്മം തന്നെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മത്തിനെതിരാ വരം. മോക്ഷം ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന് മോക്ഷത്തിൻ്റെ ആവശ്യമില്ല. എന്ത് മോക്ഷമാണ് കിട്ടാനിരിക്കുന്നത്? എന്നിട്ട് 7 പാർവതിയോട് പറയുകയാണ്, ഹേ പാർവതി, നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം. എന്നാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറച്ചു നേരം വാരകം പിടിക്കാം. എന്തുകൊണ്ട്? മനുഷ്യർക്ക് സാധു സംഗമം അമൂല്യമത്രേ. സാധുക്കളുമായിട്ട് കൂടിച്ചേരുന്നത് നല്ല തന്നെയാണ്. അത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. വിഷ്ണു ഭക്തന്മാർ, ശ്രീഹരിയുടെ ഭക്തന്മാരുമായിട്ട് സഹവാസം കൂടുന്നത് നല്ല തന്നെയാണെന്ന്. അപ്പം ആ നിലയിൽ നമ്മളും ഭക്തൻ തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പം പോയിട്ട് കൂട്ടുകൂടാം, സംസാരിക്കാം ഭക്തന്മാരെന്ന നിലയിൽ. അല്ലാതെ വരവൊന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല. പോയിട്ട് നമുക്ക് സംസാരിക്കുന്ന അദ്ദേഹത്തിന് ഇഷ്ടപ്പെടും. കാരണം ശ്രീഹരിയുടെ ഭക്തന്മാരെ കൂടുന്നത് ഇഷ്ടമുള്ള കാര്യമാണെന്ന് പണ്ടേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ നിലയിൽ നമുക്ക് പോയിട്ട് സംസാരിക്കാം. സൂതൻ 8 സമസ്ത വിദ്യകളുടെ ഈശ്വരനും സകല ജീവജാലങ്ങൾക്കും നിയന്താവുമായ അവർ അവനെ സമീപിച്ചു. ഇവരും എല്ലാ സൃഷ്ടിയുടെയും പിന്നിലുള്ള കക്ഷികളാണ്. അതുകൊണ്ട് അവരെ നേരെ അദ്ദേഹത്തെ സമീപിച്ചു. എന്നാൽ 9 അദ്ദേഹം തൻ്റെ ശരീരത്തെയും സർവേശ്വരനായ അവരുടെ വരവിനെയും അറിഞ്ഞില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ പോലെ അറിയാതെയാണ് മനസ്സിനെ ബ്രഹ്മത്തിൽ ലയിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ശ്രീഹരിയിൽ. അപ്പം പിന്നെ സ്വന്തം ശരീരം പോലും അറിയാതെ ഇരിക്കുന്ന കക്ഷികൾ ഇവർ വന്നു കഴിഞ്ഞാൽ അറിയാൻ പോകുന്നില്ല. ഇവരെല്ലാം അതേപോലെ സ്വന്തം ശരീരത്തിന് സമാനമാണ്. ഇതെല്ലാം ഭൗതിക കാര്യങ്ങളാണ്. ആര്? ഈ ശിവനായാലും പാർവതിയായാലും നമ്മളെപ്പോലത്തെ കക്ഷി തന്നെയാണ്. ശിവനെന്ന് പറഞ്ഞ ഒരു ജോലി കൊടുത്തിട്ടുണ്ട്, ആവശ്യം കഴിയുന്നതിനെല്ലാം സമ്മതിക്കുക. നമുക്കും ജോലി തന്നിട്ടുണ്ട്, പക്ഷേ നമുക്ക് കുറച്ച് സമയമെല്ലാം ചെയ്യേണ്ടതേ തന്നിട്ടുള്ളൂ. ഇവർക്കാണെങ്കിൽ നിന്ന് തിരിയാൻ നേരമില്ല. രാത്രിയും പകലും എല്ലാം സംഭരിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് അവർക്ക് കൊടുത്ത ജോലിയായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മളോട് ഭയങ്കര ദയവുള്ളവരാണ്. ആര്? ആ ശ്രീഹരി. അവർ കഷ്ടപ്പെടുകയാണ്, ശിവനല്ല. പിന്നെ അവരെ വെറുതെ വിളിച്ചിട്ട് ബുദ്ധിമുട്ടിക്കരുത്. നമ്മളിപ്പം ഭയങ്കര തീർത്താ തീരാതെ ഇരിക്കുമ്പോൾ ആരെങ്കിലും നമ്മൾ വിളിച്ചു കഴിഞ്ഞാലോ നമുക്ക് ദേഷ്യം വരും. അതുമാതിരി ശിവനെയും വിഷ്ണുവിനെയും ബ്രഹ്മാവിനെയും ഒന്നും വിളിക്കാനൊന്നും ഇരിക്കരുത്. അവർക്കെല്ലാം കണ്ടമാനം ജോലിയുണ്ട്. നമ്മളെപ്പോലെയൊന്നുമില്ല. നമുക്ക് തട്ടിപ്പെല്ലാം കാണിക്കാം, പക്ഷേ മറ്റേതൊന്നും നടക്കില്ല. അതുകൊണ്ട് അവരെ വെറുതെ അതിൻ്റെ ഇടയ്ക്ക് വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത്. 10 സർവജ്ഞനായ കൈലാസനാഥനപ്പോൾ ഇത് മനസ്സിലാക്കി കാറ്റ് ദ്വാരത്തിൽ പ്രവേശിക്കുന്ന പോലെ അവരുടെ ഹൃദയത്തിൽ പ്രവേശിച്ചു. അപ്പം അദ്ദേഹത്തിന് ഇത് മനസ്സിലായതുകൊണ്ട് അദ്ദേഹം നീതിയിട്ട് കാറ്റെല്ലാം ദ്വാരത്തിലൂടെ കടന്നു പോകുന്ന മാതിരി അദ്ദേഹം മൂക്കിലൂടെ നേരെ എവിടത്തേക്ക് പ്രവേശിച്ചു? അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ പ്രവേശിച്ചു. എന്തുകൊണ്ടാണ്? ഇദ്ദേഹത്തിൻ്റെ മനസ്സ് എവിടത്തേക്കാണ് വെച്ചിരിക്കുന്നത്? ഹൃദയത്തിലാണ്. അവിടെ ആരാണുള്ളത്? ശ്രീഹരി. അപ്പം ഇദ്ദേഹവും അടച്ചു, അല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. 12:13 മഞ്ഞ നിറത്തിലുള്ള ജടയും 3 കണ്ണുകളും 10 കൈകൾ ഉള്ളവരും ശൂലം, മഴു, പിന്നെയോ എന്നിവയോടും രുദ്രാക്ഷമാല, ഉടുക്ക്, ഇതെല്ലാം തലയൊട്ടിയെല്ലാം ഉണ്ട്, വില്ല് എന്നിവയോടും എന്ത് ചെയ്തു? പരമേശ്വരൻ ഹൃദയത്തിൽ പ്രവേശിച്ചതോടെ മാർക്കണ്ഡൻ അവിടെ ഇതെല്ലാം കണ്ടിട്ട് അത്ഭുതം കൂറിക്കൊണ്ട് സമാധിയിൽ നിന്നും ഉണർന്നു. അപ്പോൾ അവിടെ ബ്രഹ്മത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുമ്പോൾ തന്നെയാണ് അടുത്ത് ഒരു കക്ഷി പ്രകാശം. ആരുടെ പ്രകാശം? ഈ പരമശിവന്റെ രുദ്രന്റെ പ്രകാശം അവിടെ കണ്ട് അടുത്ത് തന്നെ ഒരു കക്ഷി ഇരിക്കുകയാണ് തിളങ്ങിക്കൊണ്ട്. 14 ആരോട് കൂടിയാണ്? ഗണങ്ങളോട് കൂടിയവനും
ഉമയോടുകൂടിയവനും മായ അദ്ദേഹത്തെ കണ്ണു തുറന്ന് ദർശനം ചെയ്ത് നമസ്കരിച്ചു. അപ്പോൾ കണ്ണു തുറന്നിട്ട് ഇതെല്ലാം കണ്ടപ്പോൾ അദ്ദേഹത്തെ അവിടെ നമസ്കരിച്ചു. അപ്പോഴേ അറിയുന്നുള്ളൂ, ഉള്ളിൽ ചെന്നപ്പോഴേ അറിയുന്നുള്ളൂ. 15 ഗണങ്ങളോടും ഉമയോടും കൂടി അദ്ദേഹത്തെ സ്വാഗതം പറഞ്ഞ് ആസനം, പാദ്യം, മാർഗ്യം, പൂമാല, ഗദ്യം, ധൂപം, ദീപം മുതലാവിയാൽ പൂജിച്ചു. ആടെയൊന്നും ദീപമൊന്നുമില്ലേ, ഇതെല്ലാം മനസ്സിലോട്ട് സങ്കല്പിച്ചിട്ട് പൂജിച്ചു എന്ന നിലയിൽ പറഞ്ഞാൽ മതി. അല്ലാതെ ഹൃദയത്തിൻ്റെ അകത്ത് വിളക്ക് എത്തിച്ചു വെക്കാൻ പോകും. നമുക്ക് ദീപം എന്നെല്ലാം കാണുമ്പോൾ മറ്റേ ഇതിനെപ്പറ്റിയ ചിന്ത, ഇതെല്ലാം മനസ്സിൽ സങ്കല്പിച്ചിട്ട് അദ്ദേഹത്തിന് ദീപമില്ല, ഒരു ചുക്കോ ഇല്ല, ആകെ ബ്രഹ്മമേ ഉള്ളത്, എന്നാലും സ്വീകരിച്ചു എന്ന് പറയുകയാണ്. 16 സർവേശ്വര പ്രഭുവേ ആത്മാനുഭാവത്തിൽ പൂർണ്ണനും പിന്നെ പൂർണ്ണകാമനും ഈ ജഗത്ത് മുഴുവൻ ആകാശ ആനന്ദം പ്രകാശിപ്പിക്കുന്നവയുമായ അങ്ങക്ക് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? ഇദ്ദേഹം ചോദിച്ചു, ഞാനെന്താ അങ്ങേക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്? എല്ലാം കഴിഞ്ഞ് ആത്മജ്ഞാനെല്ലാം കഴിഞ്ഞിട്ടിരിക്കുന്ന കക്ഷിയാണ്, അങ്ങേക്ക് ഞാനെന്താണ് ചെയ്തു തരേണ്ടത്? കാരണം ഇത്രയും പാടുപെട്ടിട്ട് മൂക്കിൽ കൂട്ട കീരിയിട്ട് ആടെയെല്ലാം വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ എന്താണ് ഞാൻ വല്ലതും ചെയ്തു തരേണ്ടിയുണ്ടോ? ഇനി 17 മംഗളരൂപനും ശാന്തനുമാണ്. ലോകരക്ഷക്കായിട്ട് ചിലപ്പോൾ രജോ ഗുണമെടുക്കും. എന്തെങ്കിലും അധർമ്മം കാണുമ്പോൾ കയറിയിട്ട് പോയിട്ട് അതിനുള്ള ഇല്ലായ്മയോ, അപ്പോൾ രജോ ഗുണമാണ്. എടുക്കുന്നതുമായ താങ്കൾക്ക് തമോ ഗുണവും ആണ് ഉള്ളത്. എന്തെങ്കിലും പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ രജോ ഗുണം എടുക്കും. പക്ഷെ പൊതുവെ എന്താണ് തമോ ഗുണമുള്ളത്, എല്ലാത്തിനെയും നശിപ്പിക്കുന്ന പരിപാടിയാണ് ഉള്ളത്. ആ താങ്കൾക്ക് നമസ്കാരം. 18 സൂതൻ പറയുകയാണ്, ഇപ്രകാരം സ്തുതിച്ചപ്പോൾ സന്തോഷിച്ച ഭഗവാൻ മനം തെളിഞ്ഞവനായി ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. ഇനി ഭഗവാൻ പറയുകയാണ്, ആര്? രുദ്രൻ അവനോട് പറയുകയാണ്. 19 പറയുകയാണ്, ഏവന്റെ ദർശനം വിഫലമാകാതെ മരണധർമ്മത്തോടുകൂടിയ മനുഷ്യർ മോക്ഷം പ്രാപിക്കുന്നുവോ? ആരിൽ നിന്നാണ്? ശ്രീഹരിയിൽ നിന്നാണ്. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരായ ഞങ്ങൾ അപ്പോൾ അങ്ങിൽ നിന്നാണ് വരം പ്രാപിക്കുന്നത്. അങ്ങ് അദ്ദേഹത്തെ ആശ്രയിച്ചിരിക്കുകയാണ്. എങ്കിലും ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരായ ഞങ്ങൾ വരം നൽകുന്നവരാണ്. പലവർക്കും വരം നൽകുന്നുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഇഷ്ടവരം വേണ്ടിക്കിൽ നമ്മളും വരിക്കുക. എന്നിട്ട് 20-21 പറയുകയാണ്, മാത്സര്യമില്ലാത്ത സദാചാരികളായ ബ്രാഹ്മണർ ഒന്നിലും ബന്ധമില്ലാതെ ഏകാന്ത ഭക്തിയോടെ വൈര്യമില്ലാതെ വെറുപ്പൊന്നുമില്ലാതെ സമദർശികളായി എല്ലാറ്റിലും സമഭാവനത്തോടു കൂടിയാണ് ബ്രാഹ്മണരായ ബ്രഹ്മസാക്ഷാത്കാരത്തിന് നേടുന്ന വ്യക്തികൾ. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് മാർക്കണ്ഡേയൻ. അപ്പം അങ്ങനെ പൂജിക്കുന്നവരാണ് ഈ മാർക്കണ്ഡേയനടക്കം. അവർക്ക് വൈര്യമില്ല, സദാചാരികളാണ്, ആരുമായിട്ട് ബന്ധമില്ല, ആ ശ്രീഹരിയോടുള്ള ഭക്തിയോടുകൂടി മാത്രം ആരോടും വൈര്യമില്ലാതെ എല്ലാവരെയും ഒന്നായി ബ്രഹ്മമായി കണ്ടുകൊണ്ട് പൂജിക്കുന്നു. അത്തരം വ്യക്തികളെ സാധാരണ ഭക്തരെല്ലാം എന്തു ചെയ്യുന്നു? വണങ്ങുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഭക്തിയുള്ളവരെ ആര് വണങ്ങുന്നു? സാധാരണ ജനങ്ങളെല്ലാം വണങ്ങുന്നു. ആരാണ് സാധാരണ? നമ്മളെല്ലാം. ആരെ? മാർക്കണ്ഡേയനെ പോലെ വണങ്ങുന്നു. മാർക്കണ്ഡേയനെ പോലെ നമ്മളെല്ലാം വണങ്ങുന്നു. അവിടെ മാർക്കണ്ഡേയന്റെ വണങ്ങുന്നത് എന്തുകൊണ്ടാണ്? ആരെങ്കിലും ഒരാൾ ബ്രഹ്മസാക്ഷാത്കാരം നേടുമ്പോൾ അവർ ബ്രഹ്മം തന്നെയായിട്ട് മാറുകയാണ്, ബ്രഹ്മത്തിൽ ലയിക്കുകയാണ്. അതാണ് യോഗം.
അപ്പം അവരെയും ബ്രഹ്മമായിട്ട് കാണാം. അതുകൊണ്ട് പിന്നെ സാധാരണ ജനങ്ങളെല്ലാം ആരെയാണ് വണങ്ങുന്നത്? ബഹുമാനി പൂജിച്ചാൽ മതി, ബ്രഹ്മം എന്ന നിലയിൽ മാർക്കണ്ഡേയനെയും പൂജിച്ചാൽ മതി. അതാണ്. എന്നിട്ട് പറയുന്നത് എന്താണ്? അതുകൊണ്ട് രുദ്രൻ പറയുന്നു, നമ്മളും ബ്രഹ്മാവും വിഷ്ണുവുമെല്ലാം അങ്ങയെ തന്നെ ഉപാസിക്കുന്നു, അങ്ങയെ തന്നെ നമസ്കരിക്കുന്നു. കാരണം എന്തുകൊണ്ടാണ്? അങ്ങ് ബ്രഹ്മസമാനമായി. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം എന്താണ്? നമ്മൾ ബ്രഹ്മസാക്ഷാത്കാരത്തോട് ചേരുമ്പോൾ ഈ വിഷ്ണുവും ബ്രഹ്മാവും ബാക്കിയുള്ള എല്ലാ ദേവതകളും നമ്മളെ വണങ്ങാൻ തുടങ്ങും. കാരണം അവരെല്ലാം ഭൗതിക ലോകത്തിൽ നമ്മളെപ്പോലെ ജീവിക്കുന്നവർ. നമ്മെന്ന് പറയുമ്പോൾ നമ്മൾ ബ്രഹ്മസാക്ഷാത്കാരത്തിന് എത്തുമ്പോൾ അവരെല്ലാം നമ്മളെ വണങ്ങിയാൽ മതി. ബ്രഹ്മത്തെ വണങ്ങേണ്ട ആവശ്യമൊന്നും. ബ്രഹ്മത്തെ വണങ്ങുന്ന പോലെ തന്നെ, ശ്രീഹരിയെ വണങ്ങുന്ന പോലെ തന്നെ അവരും വണങ്ങാൻ തുടങ്ങും. കാരണം അവരെല്ലാം ഭൗതിക ലോകത്തിലുള്ള കാര്യങ്ങളാണ്. നമ്മളെല്ലാം ഭൗതിക ലോകത്തിലുള്ള കാര്യങ്ങളാണ്. അതുപോലെ ഓരോരുത്തരും ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നതേ ഉള്ളൂ. പലവർക്കും പല കർമ്മങ്ങളുണ്ട്, നമുക്കും ഉണ്ട്. അവരെ കർമ്മവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരൊന്നും ശ്രീഹരിയല്ല. ഏതെങ്കിലും ഒരു വ്യക്തി ബ്രഹ്മസമാനമായി മാറുകയാണെങ്കിൽ, ശ്രീഹരിയായിട്ട് ചാരുകയാണെങ്കിൽ ഇവരും നമ്മളെ വണങ്ങാൻ തുടങ്ങുമെന്നാണ്. ആ നിലയിൽ മാർക്കണ്ഡേയനെ വണങ്ങുകയാണ് ആര്? രുദ്രനും പാർവതിയല്ല. എന്താ പറയുന്നത്? നമ്മളും അങ്ങയെ വണങ്ങുകയാണ്. ഇനി 22 പറയാണ്, അവനെന്ത് കാണുന്നില്ല? എന്നെയും വിഷ്ണുവിനെയും ബ്രഹ്മാവിനെയും അനുമാത്ര ഭേദം കാണുന്നില്ല. ഈ മാർക്കണ്ഡേയനെ സംബന്ധിച്ചിടത്തോളം ഈ വന്നിരിക്കുന്ന രുദ്രനായാലും ബ്രഹ്മാവായാലും അതെല്ലാം ബ്രഹ്മമായിട്ടാണ് കാണുന്നത്. ഞങ്ങളും അദ്ദേഹത്തെ അതേപോലെ തന്നെയാണ് കാണുന്നത്, ബ്രഹ്മമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ആയതിനാൽ ഞങ്ങളും അങ്ങയെ സേവിക്കുന്നു. ഞങ്ങളും ഈ മാർക്കണ്ഡേയനെ സേവിക്കുകയാണെന്ന് ആര് പറയുകയാണ്? രുദ്രനെല്ലാം ഇവിടെ വന്നിട്ട് പാർവതിയോടൊത്ത് വന്നിട്ട് പറയുകയാണ്. ഇനി 23 തീർത്ഥജലങ്ങൾ, വിഗ്രഹം, ഇതിനെല്ലാം കുറേ കാലം പൂജിച്ചാൽ മാത്രമേ എന്ത് കിട്ടിയുള്ളൂ? സേവനം കൊണ്ട് മാത്രമേ ശുദ്ധിയാവുകയുള്ളൂ. ഈ വിഗ്രഹങ്ങളെല്ലാം നമ്മൾ പൂജിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ശുദ്ധമാകാൻ വേണ്ടിയാണ്, അല്ല നമ്മളെ കാര്യം സാധിക്കാൻ വേണ്ടിയല്ല. അപ്പം പൂജയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ശുദ്ധമാകാനാണ്, അല്ലാതെ നമ്മളെ ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ശുദ്ധമാകാനാണ്. അല്ലാതെ കിട്ടണം എന്ന് വെച്ചിട്ട് പൂജിക്കാനുള്ളതല്ല. അങ്ങനെ അതിന് നമ്മൾ പൂജിച്ചാലും കുറേ കാലം കഴിഞ്ഞാലും മാത്രമേ എന്താവുള്ളൂ? ശുദ്ധമാവുകയുള്ളൂ. ഈ വിഗ്രഹങ്ങളെല്ലാം എത്രയോ കാലം, തീർത്ഥജലങ്ങളിലെല്ലാം പോയാലും എത്രയോ കാലം നിറഞ്ഞാൽ ചിലപ്പം നമ്മൾ ശുദ്ധമാകാം. എന്നാൽ അങ്ങയുടെ ഏകദർശന മാത്രയിൽ തന്നെ ശുദ്ധമാകുന്നു. എന്നാൽ മാർക്കണ്ഡേയനെ പോലെയുള്ളവരൊന്ന് നോക്കിയാൽ മതി, നമ്മൾ ശുദ്ധമാകും. 24 ഏതൊരാൾ ചിത്തത്തിൽ ഏകാഗ്രമായ ആലോചനയാലും വേദം ഓതുന്നതിനാലും ലൂടെയും 3 വേദങ്ങളാലും ഞങ്ങളെ ധരിക്കുന്നുവോ അപ്രകാരമായ ബ്രാഹ്മണരെ ഞങ്ങൾ നമസ്കരിക്കുന്നു. വേദങ്ങളിലൂടെയും ബ്രഹ്മജ്ഞാനത്തിലൂടെയും എല്ലാം ഞങ്ങളെയെല്ലാം ധരിക്കുന്നു. ആ അവസ്ഥയിലെത്തുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരെല്ലാം ആരെ തന്നെയാണ്? ബ്രഹ്മം തന്നെയാണ്. നമ്മളും എന്താണ്? ബ്രഹ്മമാണ്. അവരുടെ ദൃഷ്ടിയിൽ എല്ലാം ബ്രഹ്മമാണ്. അങ്ങനെയുള്ള വ്യക്തികളെ, ബ്രാഹ്മണരെ ഞങ്ങളും നമസ്കരിക്കുന്നു. അപ്പോൾ രുദ്രൻ അങ്ങോട്ട് പറയുകയാണ്, നമ്മളും അങ്ങയെ നമസ്കരിക്കുകയാണ്. കാരണം അങ്ങയെ എല്ലാവരും എന്തായിട്ടാണ് കാണുന്നത്? നമ്മളെയും ബ്രഹ്മമായിട്ടാണ് കാണുന്നത്. അപ്പം നമ്മളും അങ്ങയെ ബ്രഹ്മമായിട്ട് കാണുകയാണ്, നമസ്കരിക്കുന്നു. 25 പറയുകയാണ്, മഹാപാപികളും ചണ്ടാളന്മാരും തങ്ങളെപ്പറ്റി കേൾക്കുകയോ കാണുകയോ ചെയ്യുന്ന മാത്രയിൽ ശുദ്ധമായിരുന്നു. അങ്ങനെ പോലെയുള്ളവരെ,
ചണ്ടാളന്മാരായാലും മഹാപാപികളായാലും അവരെല്ലാം ഇത്തരം മാർക്കണ്ഡേയനെ പോലെയുള്ളവരെ കണ്ടാലോ അദ്ദേഹത്തിൻ്റെ കഥ കേട്ടാലോ ശുദ്ധമാകുന്നുവെങ്കിൽ അങ്ങയോട് സംഭാഷണം നടത്തുന്ന ഞങ്ങളുടെ കാര്യം പറയേണ്ടതുണ്ടോ? നമ്മളിപ്പം മതിയത്തിനാണ് അങ്ങയോട് അല്പം പാചകടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം കണ്ടാൽ ഇത് സംഭവിക്കുമെങ്കിൽ അങ്ങേരുമായിട്ട് കുറച്ചൊന്ന് സംഭാഷണം നടത്തി കഴിഞ്ഞാൽ നമ്മൾ എന്തായി തീരും? ശുദ്ധമായിട്ട് തീരും. ശുദ്ധമാകേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും അവരെല്ലാം ഭൗതികമാണല്ലോ. 26 സൂതൻ പറയുകയാണ്, ഇപ്രകാരമുള്ള രുദ്രഭഗവാന്റെ വാക്കുകൾ കേട്ട മാർക്കണ്ഡേയൻ അത് കേട്ടിട്ട് എത്രയും തൃപ്തിയായില്ല. അപ്പം അദ്ദേഹത്തിന് ഇത് കേട്ടിട്ട് ഒട്ടും തൃപ്തി വന്നില്ല. എന്താ കാരണം? എന്താണ്? വിഷ്ണു മായയാൽ മനസ്സങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയായിരുന്നു. വിഷ്ണുവിൻ്റെ മായ കണ്ടിട്ട് ഒരുമാതിരി തരിച്ചു നിൽക്കുന്ന, ചിത്താൽ ഒരുമാതിരി ഒരു പ്രത്യേക അവസ്ഥയിൽ നിൽക്കുന്ന അദ്ദേഹത്തിന് പരമേശ്വരൻ്റെ അമൃത സമാനമായ വാക്കുകൾ കേട്ടപ്പോൾ നല്ലൊരു ക്ഷീണമെല്ലാം തീർന്ന അവസ്ഥ വന്നു. മായയും കണ്ടിട്ട് ആകെ തളർന്നിരിക്കുകയായിരുന്നു. ഈ പരമേശ്വരൻ ഇപ്പോൾ ഇത്രയും സംസാരിച്ചപ്പോൾ അതാണ് സംസർഗം കൊണ്ട് എന്തുണ്ടായി? അദ്ദേഹത്തിൻ്റെ ക്ഷീണമെല്ലാം തീർന്നിട്ട് അദ്ദേഹം പറഞ്ഞു. 28 ഈശ്വരന്മാരുടെ ലീല പ്രാണികൾ ഊഹിക്കാൻ കഴിയാതായിരിക്കുന്നു. ഈ ഈശ്വരൻ്റെ മായ ഒരു പ്രാണികൾ ഈ ലോകത്തിലുള്ള ഒരു ജീവജാലങ്ങൾക്കും ഊഹിക്കാൻ പോലും പറ്റില്ല. കാരണം തങ്ങൾ നിയന്ത്രിച്ചു ഭരിക്കേണ്ടവരെ നമസ്കരിക്കുന്നു. യഥാർത്ഥത്തിൽ രുദ്രനെല്ലാം, ബ്രഹ്മാവ് രുദ്രനുമെല്ലാം മാർക്കണ്ഡേയനെ അടക്കം നിയന്ത്രിക്കേണ്ടവനാണ്. മാർക്കണ്ഡേയൻ വിട്ടുപോയൊന്നും, ശരീരം വിട്ടുപോയൊന്നുമില്ലല്ലോ, ബ്രഹ്മത്തിൽ പോയി ലയിച്ചിട്ടില്ലല്ലോ. അതുവരെ അവിടെ നോക്കി നടക്കേണ്ട പരിപാലകരാരാണ്? ഈ രുദ്രനും ബ്രഹ്മാവുമെല്ലാം. അവർ വന്നിട്ട് എന്ത് ചെയ്യാണ്? ഇവരെ പരിപാലിക്കേണ്ടതാണ്, ഇവരെ നോക്കി നടക്കേണ്ടതാണ്. അവരെ അങ്ങനെയുള്ളവർ തിരിച്ചു നമസ്കരിക്കുകയാണ്. അപ്പോൾ ആ അവസ്ഥയിലേക്ക് എത്തി. ഇവരെല്ലാം അദ്ദേഹത്തെ നമസ്കരിക്കുന്ന അവസ്ഥയിലേക്ക്. യഥാർത്ഥത്തിൽ അവരെല്ലാം സംരക്ഷിക്കേണ്ട വ്യക്തിയാണ്. ഇപ്പോൾ അവരെ നമസ്കരിക്കേണ്ട അവസ്ഥ എത്തിയിരിക്കുന്നു. ഈ ഭഗവാന്റെ ലീല നമുക്ക് ഊഹിക്കാൻ പ്രയാസമാണ്. ഇനി 29 ധർമ്മത്തെ അനുഷ്ഠിക്കുന്ന വ്യക്തികൾ പോലും, ആരെല്ലാം? രുദ്രനെല്ലാം ധർമ്മത്തെ അനുഷ്ഠിക്കുന്നവരാണ്. അവർ ചെയ്യേണ്ട കർമ്മമെല്ലാം യഥാർത്ഥത്തിൽ ചെയ്യുന്നവരാണ് രുദ്രനെല്ലാം. അപ്പം ധർമ്മത്തെ സ്വയം അനുഷ്ഠിക്കുന്നവർ പോലും ധർമ്മത്തെ അനുഷ്ഠിക്കുന്നവരെ പ്രശംസിക്കുകയാണ്. മറ്റുള്ളവർ ധർമ്മം അനുഷ്ഠിക്കുമ്പോൾ പ്രശംസിക്കും. അപ്പം ധർമ്മിഷ്ഠരുടെ പ്രത്യേകതയാണത്. രുദ്രനും ബ്രഹ്മാവുമെല്ലാം ധർമ്മം അനുഷ്ഠിക്കുന്നവരാണ്. അവര് മറ്റുള്ളവർ ധർമ്മം അനുഷ്ഠിക്കുമ്പോൾ അവരെയും പ്രശംസിക്കും. അതായത് മണികണ്ഠൻ്റെ ധർമ്മം അനുഷ്ഠിക്കുന്നു, അപ്പം അതിനെ പ്രശംസിക്കുകയാണ് ഇവിടെ ചെയ്തത്. ഇനി 30 ഈശ്വരൻ, അതായത് ശ്രീഹരിയെല്ലാം തൻ്റെ മായയിലൂടെയുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായി മായാവിയായ ഭഗവാൻ, അപ്പം ഭഗവാൻ മായാവിയാണ്, തൻ്റെ മായയിലൂടെയാണ് എല്ലാവരെയും ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. അപ്പം തൻ്റെ മായയിലൂടെയുള്ള പ്രവൃത്തിയാൽ മായാവിയായ ഭഗവാൻ തൻ്റെ കപടതയാണ് പ്രവർത്തിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മളെല്ലാം കർമ്മം ചെയ്യിപ്പിക്കുന്ന അദ്ദേഹമാണ്. പക്ഷേ അത് കപടതയിലൂടെയാണ്, നമ്മളെ അറിയിക്കുന്നില്ല. ഇതിൻ്റെ പിന്നിൽ നിന്ന് ചെയ്യുന്ന മുഴുവൻ ആസക്തിയാണ്. അതെന്താണോ ചെയ്യേണ്ടത് അതേ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അത് അറിയിക്കാതെ, അതാണ് കപടത. നമ്മളിൽ ഞാൻ എന്ന ഒരു ചിന്ത ഉണ്ടാക്കിയിട്ട് നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? ഞാനാണ് ചെയ്യുന്നത്, ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്നു എന്ന നിലയിൽ നമ്മൾ ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ കാപട്യമാണുള്ളത്. മായയിലൂടെ
കാപട്യം കാണിച്ചിട്ടാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. എന്നാൽ അത് ഈ കപടതകൾ അവർ പ്രയോഗിക്കുന്നുണ്ടെങ്കിലും അവരുടെ മഹിമയെ അത് നഷ്ടമാകുന്ന തരത്തിൽ ചെയ്യുന്നില്ല. അതേസമയത്ത് കപടതയാണ് അവർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവരുടെ മഹിമയ്ക്ക് ഒരു കോട്ടവും പറ്റുന്നില്ല. ശ്രീഹരി നമ്മളെ നേരെ കപടത പ്രയോഗിച്ചിട്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മളിപ്പോൾ ആരോടെങ്കിലും തട്ടിപ്പിലൂടെ അവരെ പറ്റിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവരെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ശ്രീഹരി കപടതയിലൂടെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോഴും നമ്മളറിയുന്നില്ല അങ്ങേരാണ് ചെയ്യിക്കുന്നത്, നമുക്ക് വേണ്ടി എന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ ഒരു തരം തട്ടിപ്പാണ് കാണിക്കുന്നത്. എന്നാലും നമ്മൾ അദ്ദേഹത്തെ കപടനായിട്ടൊന്നും കാണുന്നില്ല. അതിലൂടെ അദ്ദേഹത്തിന് ദൂഷ്യവും സംഭവിക്കുന്നില്ല. 31. ആർ മനസ്സാൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ശ്രീഹരി മനസ്സിലൊരു സങ്കല്പം ഉണ്ടാകുന്നു, ഒരു ശുദ്ധമായ ഒരു നല്ല പ്രപഞ്ചമുണ്ടാക്കണം. മനസ്സിലാണ് സങ്കല്പങ്ങൾ ഉണ്ടാകുന്നത്. നമ്മളൊരു വീട് വെക്കണമെന്ന് ആദ്യം മനസ്സിലാണ് തോന്നുന്നത്. ഒരു സാമ്പാർ വെക്കണമെന്ന് നമ്മളെ മനസ്സിലാണ് തോന്നുന്നത്. അതുപോലെ ആ ശക്തിക്ക് മനസ്സിനാൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ആ ജീവന്മാരുടെ ഉള്ളിൽ വസിച്ച് എന്നിട്ട് എന്ത് ചെയ്യുന്നത്? ജീവികളെ സൃഷ്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി വസിച്ചിരിക്കുകയാണ്. ഉള്ളിൽ വസിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഗുണങ്ങളെല്ലാം പ്രകടിപ്പിക്കുന്നു. നമ്മളിൽ ഓരോ ഗുണങ്ങൾ ഉണ്ടാക്കുന്നു. നമ്മൾ വലിയ ചിന്തകരാണ്, നല്ല ഗായകരാണ് എന്ന ചിന്തയെല്ലാം നമുക്ക് ഉണ്ടാക്കുന്നതാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം തന്നെയാണ് ഈ ശരീരമായി മാറിയതും ബുദ്ധിയായിട്ട് മാറിയതും ഇത് നമ്മളിലൂടെ ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഗുണങ്ങളെല്ലാം പ്രകടിപ്പിച്ച് സ്വപ്നത്തിലേതുപോലെയാണത്. സ്വപ്നത്തിൽ നമ്മളാണോ ചെയ്യുന്നത്? നമ്മൾ ബോധത്തോടെ ഇരിക്കുമ്പോൾ നമ്മളെ ചിന്ത നമ്മളാണ് ചെയ്യുന്നത്. സ്വപ്നത്തിലോ നമ്മളാണ്, ബോധത്തോടു കൂടിയാണ് എല്ലാം. അതുപോലെ തന്നെയാണ് ഈ അവസ്ഥയിലും നമ്മളെല്ലാം ചെയ്യുന്നത്. സ്വപ്നത്തിലേതുപോലെ കർത്താവായി പ്രതിഭാസിക്കുന്നത്. ബോധത്തോടുകൂടി ഇരിക്കുമ്പോഴുള്ള നമ്മൾ ചെയ്യുന്നതും അദ്ദേഹം തന്നെയാണ് ചെയ്യിപ്പിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ഈ ശരീരം ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്, നമ്മളല്ല. നമ്മൾ നമുക്ക് എന്ന ചിന്ത ഉണ്ടാക്കുന്നുണ്ട്, അതൊരു മിഥ്യയാണ്. ഇനി ഗുണകർമ്മം 32. ഗുണകർമ്മങ്ങളോട് കൂടിയവനെങ്കിലും എല്ലാ ഗുണങ്ങളും തികഞ്ഞവനാണ് അവൻ. അവൻ ഗുണത്തിന് അധീനനായി ഇരിക്കുകയാണ്. എല്ലാ ഗുണങ്ങളിൽ നിന്നും അവൻ മാറി നിൽക്കുന്നുമുണ്ട്. അവനാണ് ഈ ഗുണകരമായ ലോകമുണ്ടാക്കിയതെങ്കിലും അവൻ ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നുണ്ട്. അവന് ഇതിവിടെ നടക്കുന്ന കാര്യങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല. നമ്മൾ ചിലപ്പം പറയുന്നില്ലേ, അവൻ്റെ ഇരിപ്പ് കണ്ട എല്ലാം കുത്തിത്തിരിച്ചത് അവനാണ്, അവരെ തമ്മിൽ അടുപ്പിച്ച എല്ലാം, എന്നിട്ട് ഒന്നും അറിയാതെ മതി അവൻ പോയി ഇരിക്കുന്നുണ്ടെന്നെല്ലാം നമ്മൾ പറയുന്നില്ലേ. അതുപോലെ ബ്രഹ്മമാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. എന്നിട്ട് എങ്ങനെ എന്ത് ചെയ്യണം, ആരെ അടിക്കണം, ആരെ തെറി പറയണം എന്നെല്ലാം ബ്രഹ്മം തന്നെയാണ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഒന്നും അറിയാതെ പോലെ അതിനെ അധീതനായിരിക്കുകയാണ്. അദ്ദേഹത്തിന് എന്താ അറിയാമെന്നിട്ട് തന്നെപ്പോലെ വേറൊന്നില്ല എന്ന നിലയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. എന്നെപ്പോലെ ഈ ലോകത്തിൽ വേറെ ഒന്നുമില്ല, ഞാൻ തന്നെ ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എല്ലാവർക്കും ഗുരുവും വേദസ്വരൂപവും സർവജ്ഞാനിയുമായ അങ്ങേക്ക് നമസ്കാരം. ഇനി 33 പറയുകയാണ്, ഏതൊരു വിധത്തിലുള്ള തങ്ങളുടെ ദർശനത്താൽ തന്നെ മനുഷ്യർ തൻ്റെ ഇച്ഛാനുസരണം എന്ത് സംഭവിക്കും? ആ സർവേശ്വരനായും ആ സർവാനന്ദത്തെയും പ്രാപിക്കും. അദ്ദേഹത്തെ ആശ്രയിച്ചു കഴിഞ്ഞാൽ, ആ ചിന്തയുമായിട്ട് ചിന്തയോടുകൂടി ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായി മാറും?
ആ സച്ചിദാനന്ദ സ്വരൂപത്തിൻ്റെ ആനന്ദത്തിൽ ലയിച്ചങ്ങനെ ഇരിക്കും. അങ്ങനെയുള്ള താങ്കളിൽ നിന്നും വേറെ ഏത് വരമാണ് നമുക്ക് വരിക്കുവാനുള്ളത്? അപ്പം നമുക്ക് നേടാനുള്ള ഏറ്റവും വലിയ വരം എന്താണ്? ആ ശ്രീഹരിയിൽ ബ്രഹ്മസാക്ഷാത്കാരമായി ഇരിക്കുകയാണ്. ആർക്ക്? മാർക്കണ്ഡേയൻ അതിലാണ് എത്തിയിരിക്കുന്നത്. പിന്നെ എന്ത് വരയമാണ് അങ്ങേരിൽ നിന്നും നമുക്ക് നേടാനുള്ളത് എന്ന് ചോദിക്കുകയാണ്. അതിൽ കൂടുതൽ അതാണല്ലോ മാക്സിമം. ഇനിയിപ്പം വേറൊന്നും ശ്രീഹരിയോട് അല്ല രുദ്രനോട് ചോദിക്കാനില്ല. എങ്കിലും 34 എങ്കിലും എന്ത് തന്നെയാണ് ചോദിക്കുന്നത്? ഭഗവാനിൽ നിന്നും. ഏത് ഭഗവാൻ? ശ്രീഹരിയിൽ നിന്നും. എങ്കിലും ശ്രീഹരിയിൽ നിന്നും അവരുടെ ഭക്തന്മാരിൽ നിന്നും, അവരുടെ ഭക്തന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരിൽ നിന്നും, അതുപോലെ ഭഗവാനിൽ നിന്നും. ആരുടെ? ഇപ്പം രുദ്രനാണല്ലോ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും വരം വേണ്ടിക്കൽ പറയാൻ പറഞ്ഞു. രുദ്രന്മാരിൽ നിന്നും ഞങ്ങൾ അത് തന്നെ പ്രാർത്ഥിക്കുന്നത്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? ആ ബ്രഹ്മസാക്ഷാത്കാരം. വേറെ ഒന്നും പ്രാർത്ഥിക്കാനില്ല. നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളും ഏത് തന്നെയാണ്? ഈ ശിവനും എന്ത് തന്നെയാണ്? ബ്രഹ്മം തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ ശിവനും ബ്രഹ്മം തന്നെ, രുദ്രനും ബ്രഹ്മം തന്നെയാണ്, ഭഗവാനും ബ്രഹ്മമാണ്, ഭഗവാന്റെ ഭക്തരും ബ്രഹ്മമാണ്, ശ്രീഹരിയും ബ്രഹ്മമാണ്. അതുകൊണ്ട് ശ്രീഹരിയോട് ചോദിച്ചാൽ തന്നെ ഇവരാരോടും ചോദിക്കുന്ന നിലയിൽ ശ്രീരുദ്രനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. 35 ഇപ്രകാരമുള്ള മാർക്കണ്ഡേയൻ്റെ വാക്കുകൾ കേട്ട് പരമേശ്വരനും സാവിത്രിയോട് കൂടിയുള്ള പരമേശ്വരൻ അവരെ അഭിനന്ദിച്ച ശേഷം പറഞ്ഞു. അവരെ അഭിനന്ദിച്ചു. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു: ഹേ മഹർഷേ, 36-37 താങ്കൾ വിഷ്ണുവിൽ ഭക്തിയുള്ളവനാകയാൽ സകല ആഗ്രഹങ്ങളും കൽപ്പാന്തം വരെയും പുണ്യമായ കീർത്തിയും ജരാമരണരഹിതനുമായി തീരട്ടെ. യഥാർത്ഥത്തിൽ ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നവർക്ക് എന്താണ് ഇതുള്ളത്? കൽപ്പാന്തം വരെ ജരാമരണമൊന്നുമില്ല, മുടി നരക്കുകയില്ല, മരിക്കുകയില്ല. ജനിക്കുകയോ മരിക്കുകയോ എത്ര കാലം വരെയാണ്? കൽപ്പാന്തം വരെ. എന്തിന്? പുതിയ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാം തീർന്നവനല്ലേ ബ്രഹ്മസാക്ഷാത്കാരം പ്രാപിക്കും. അവന് പിന്നെ ആ കൽപ്പാന്തം വരെയില്ല. കൽപ്പാന്തം കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം തുടങ്ങുമ്പോൾ പിന്നെയും ജനിക്കേണ്ടി വരും. ഈ കൽപ്പാന്തം വരെ അവന് പിന്നെ മരണമില്ല. അത് സാധിക്കട്ടെ എന്ന് പറയുകയാണ്. അത് സാധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വിഷ്ണു പറയുന്നത് പോലെ തന്നെ രുദ്രനും പറയുകയാണ്. ഒരു ചടങ്ങെന്ന നിലയിൽ ആശീർവദിക്കുകയാണ്. അതുപോലെ പുണ്യകീർത്തിയെല്ലാം ഉണ്ടാകട്ടെ. ഈ മാർക്കണ്ഡേയൻ്റെ കീർത്തി ഇന്നും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയല്ലേ. താങ്കൾക്ക് പുരാണാചാര്യനാകാനുള്ള യോഗ്യത ഉണ്ടാകട്ടെ. അവിടെയാണ് പ്രധാനം. അദ്ദേഹമാണ് പുരാണങ്ങളുടെ ആചാര്യൻ. മാർക്കണ്ഡേയനാണ് പുരാണങ്ങളുടെ ആചാര്യൻ. അപ്പോൾ പല ഋഷികളും സംശയമുള്ളപ്പോൾ ആരടുത്ത് പോയിട്ടാണ് ചോദിക്കുക? മാർക്കണ്ഡേയൻ്റെ അടുത്താണ് ചോദിക്കുക. അപ്പം അങ്ങനെ അത്രയും ദിവ്യമായ ആചാര്യനാണ് ഈ പുരാണ കഥകളിലെ മാർക്കണ്ഡേയൻ. ഇനി 38 സൂതൻ. 3 നേത്രധാരിയായ സർവേശ്വരൻ മാർക്കണ്ഡേയ മുനിക്ക് ഇപ്രകാരം വരം നൽകിയ ശേഷം അദ്ദേഹത്തിൻ്റെ വൈഭവത്തെ പാർവതിക്ക് പറഞ്ഞു കൊടുത്തു. പാർവതിയായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. പിന്നെ കുറേ ഇദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങളെല്ലാം പാർവതിക്ക് പറഞ്ഞു കൊടുത്തു. അതിൻ്റെ ശേഷം അവിടെ നിന്നും പോയി, അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോയി. 39 മഹായോഗമായ പ്രാപിച്ച്
ഭാഗവതന്മാരിൽ ശ്രേഷ്ഠനായി. അപ്പോൾ ഭാഗവതന്മാരിൽ ശ്രേഷ്ഠനായി മാറി ആര്? ഈ മാർക്കണ്ഡേയൻ. മാർക്കണ്ഡേയൻ ശ്രീഹരിയിൽ ഏകാന്ത ഭക്തി ലയിച്ചുകൊണ്ട് ഇപ്പോഴും ലോകത്തിൽ സഞ്ചരിക്കുന്നു എന്ന് പറയുകയാണ്. അദ്ദേഹം ലോക ഗുരുവായിട്ട് ഭാഗവത ആചാര്യനായിട്ട് ലോകം മുഴുവൻ ഇപ്പോഴും ഇങ്ങനെ സഞ്ചരിച്ച് കൊണ്ടിരിക്കും. കാരണം മരണമില്ല. എപ്പം വരെ? കൽപ്പാന്ത കാലം വരെ. എന്നിട്ട് 40 പറയുകയാണ്, അങ്ങനെ ബുദ്ധിമാനായ മാർക്കണ്ഡേയൻ്റെ ചരിത്രവും ഭഗവാന്റെ മായ വൈഭവത്തെ പറ്റിയെല്ലാം താങ്കൾക്ക് ഞാൻ പരീക്ഷിച്ചതിന് ഞാൻ ശരിക്കും വിവരിച്ചു തന്നു. ഇനി 41 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സൃഷ്ടിപ്രളയം. അപ്പോൾ ഈ സൃഷ്ടിയും സംരക്ഷണവും പ്രളയമെല്ലാം എന്താണ്? ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരമെല്ലാം പരമാത്മാവിൻ്റെ മായയാണ് എന്ന് അറിയാത്തവർ ഇപ്പം ഇവിടെ സൃഷ്ടിക്കുന്നു, സംരക്ഷിക്കുന്നു, സംഹരിക്കുന്നു. ഇവിടെ നടക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ഇത് ആ ഭഗവാന്റെ മായയായിട്ട് അറിയാത്ത ജനങ്ങൾ, നമ്മളെല്ലാം ഇതിൽപ്പെട്ടവരാണ്. ഇതൊന്നും മായയാണെന്ന് നമുക്ക് തോന്നുന്നില്ല. നമ്മൾ ഏതവസ്ഥയിലാണുള്ളത്? ആ മാർക്കണ്ഡേയൻ്റെ അവസ്ഥയിൽ. മാർക്കണ്ഡേയന് മായയായിട്ട് തലക്കം തൂവും മത്ത് പിടിച്ച മാതിരിയായില്ലേ? ആ അവസ്ഥയിൽ നമ്മളും 20,000 2,000 ദേവതകളുടെ കാലപരിണാമത്താൽ, ദേവതകളുടെ കാലം 2000 ദേവതകളുടെ കാലത്തിലൊക്കെയാണ് സൈക്ലിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ബ്രഹ്മാവിൻ്റെ ഉറക്കമുണ്ട്, പകലുണ്ട്, രാത്രിയുണ്ട്. അങ്ങനെ 1000 വർഷങ്ങൾ എന്നെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ, അതായത് ലോകം പ്രളയത്തിൽ അവസാനിക്കുന്ന വരെയുള്ള ഈ കാലഘട്ടത്തിൽ പ്രപഞ്ചത്തിലുള്ള ജീവജാലങ്ങളെല്ലാം മാർക്കണ്ഡേയൻ അനുഭവപ്പെട്ട അതേ അവസ്ഥയിൽ ഒരു എത്തും പിടിയും കിട്ടാതെ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. കൽപ്പാന്തകാലം വരെ ആ ഭഗവാൻ മാർക്കണ്ഡേയന് എന്തെല്ലാം മായയുടെ ആ വൈഭവങ്ങളാണോ കാണിച്ചു കൊണ്ടിരുന്നത്, അതെല്ലാം ഈ പ്രപഞ്ചം സൃഷ്ടിസ്ഥിതി സംഹാരം യഥാർത്ഥത്തിൽ ഭഗവാന്റെ മായയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത മനുഷ്യർ മാർക്കണ്ഡേയനെ പോലെ അന്തം വിട്ടിട്ട് ആ അവസ്ഥയിൽ ഈ കൽപ്പാന്തകാലം കഴിയുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ ഇങ്ങനെ ഉഴറി നടക്കുകയാണ് എന്ന് പറയുകയാണ്. എന്നിട്ട് 42 പറയുന്നു, ശൗനകരോട് പറയുകയാണ്, ചക്രപാണിയുടെ മഹിമയോടുകൂടിയ ഈ ചരിത്രം ആര് കേൾക്കുകയും പറയുകയും ചെയ്യുന്നുവോ അവർ രണ്ടുപേരും, കേൾക്കുന്നവരും പറയുന്നവരും രണ്ടുപേരും കർമ്മഫലമായ സംസാര ചക്രത്തിൽ നിന്നും രക്ഷ പ്രാപിക്കും. ഇല്ലെങ്കിൽ സംസാര ചക്രത്തിൽ അലഞ്ഞു നടക്കും. എന്തുകൊണ്ട്? എല്ലാം ഉള്ളതാണെന്ന് സങ്കല്പിച്ചുകൊണ്ട്. അല്ല, ഈ കഥയിലൂടെ ഇതെല്ലാം മായയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിതം ഈസി ആയിട്ട് എടുത്തുകൊണ്ട് ഈ സംസാര സാഗരത്തെ മറികടക്കും. എന്ത് ദുഃഖം ഉണ്ടായാലും ഇതെല്ലാം അദ്ദേഹം കാട്ടിക്കൂട്ടുന്ന പരിപാടികളാണെന്ന് ചിന്തിച്ചങ്ങ് കളയണം. നമ്മളെക്കൊണ്ട് ഇതെല്ലാം കാട്ടിക്കൂട്ടിപ്പിക്കുകയാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ജീവിതം സുഖമായിട്ട് പോകും. ഇതെല്ലാം അതേ അർത്ഥത്തിലെടുക്കുകയാണെങ്കിൽ ജീവിതം മുഴുവൻ കഷ്ടപ്പാട് ആയിരിക്കും. സംസാര ദുഃഖത്തിൽ അകപ്പെട്ടുകൊണ്ട് കഷ്ടപ്പെടും.